ഞാൻ ഇന്നലെ കണ്ട ഡയസിറ എന്ന മലയാള സിനിമ എൻ്റെ മനസ്സിൽ വലിയൊരു സ്വാധീനമുണ്ടാക്കി. രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം ഏറെ രഹസ്യമായതും ആഴമുള്ളതുമായിരുന്നു. സിനിമ തുടങ്ങുന്ന നിമിഷം മുതൽ തന്നെ ഒരു തീവ്രമായ ഭയാനുഭവം സൃഷ്ടിക്കുന്നു. പശ്ചാത്തല സംഗീതം, ശബ്ദം, ഡിസൈൻ, ഇരുണ്ട കലാരൂപങ്ങൾ എല്ലാം ചേർന്നൊരു ഹൊറർ ലോകം തന്നെ പ്രേക്ഷകനെ ചുറ്റിപ്പറ്റുന്നു. പ്രണവിന്റെ പ്രകടനം തീർച്ചയായും ഈ സിനിമയുടെ ആത്മാവാണ്. അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളും മൗന അഭിനയവുമാണ് ഭീതിയും ദുരൂഹതയും ഒരേ സമയം പ്രതിഫലിപ്പിക്കുന്നത്. ചില രംഗങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണിലെ ശൂന്യത തന്നെ കഥ പറയുന്നു എന്ന പോലെ തോന്നി. ഓരോ ഫ്രെയിമിലും സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കഥയിലെ ഒരു വിദ്യാർത്ഥിയുടെ ആത്മാവ്, അവന്റെ അന്യായമായ മരണം, അതിനുശേഷം നടന്ന അത്ഭുത സംഭവങ്ങൾ എന്നിവയാണ് ചുറ്റിപ്പറ്റുന്നത്. ആദ്യ പകുതി ഭീതിയും മനഃശാസ്ത്രപരമായ സംഘർഷവും നിറഞ്ഞതാണ്. രണ്ടാം പകുതിയിൽ കഥയിലേക്കുള്ള ആഴം വർദ്ധിക്കുന്നു. എങ്കിലും ചില ഭാഗങ്ങളിൽ രചന നേരിയ നീളമുള്ളതായി തോന്നി. എന്നാൽ അതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന തത്വചിന്ത, മനുഷ്യന്റെ കുറ്റബോധം, അതിൻ്റെ ആത്മീയ പ്രതിഫലനം അതിശയകരമാണ്. സിനിമയിലെ ടെക്നിക്കൽ ഘടകങ്ങൾ ഒന്നും നിഷേധിക്കാനാവില്ല. ശബ്ദം, ലൈറ്റിംഗ്, എഡിറ്റിംഗ് എല്ലാം കൂടി ഒരു അന്തരീക്ഷം ശക്തമാക്കുന്നു. സിനിമ തീർന്നപ്പോഴും അതിൻ്റെ ചില രംഗങ്ങൾ മനസ്സിൽ നിന്ന് മാറിയില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഡയസിറ ഒരു സാധാരണ ഹൊറർ സിനിമയല്ല, അതൊരു അനുഭവമാണ്. ഭയം മാത്രമല്ല, അതിനൊപ്പം ആലോചനയും ഉയർത്തുന്ന ഒരു ചിത്രമാണിത്. മലയാള സിനിമയിൽ ഹൊറർ വിഭാഗത്തിന് പുതിയൊരു നിലവാരം സൃഷ്ടിക്കുന്നതിൽ രാഹുൽ സദാശിവനും പ്രണവുമാണ് യഥാർത്ഥ വിജയികൾ.